ഹായ് ഹലോ നമസ്കാരം. വെനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു വ്ളോഗ് തന്നെയാണ്. അതായത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കിച്ചൺ ക്യാബിനറ്റ്സ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത് എന്ന്. എനിക്കറിയുന്ന പോലെ ഞാൻ എങ്ങനെയാണോ ചെയ്തത്, അതിനെന്തൊക്കെയാണോ ആമസോണിൽ ഞാൻ വാങ്ങിച്ചത്, സ്പേസ് യൂട്ടിലൈസ് ചെയ്യുന്ന പോലെ എന്തൊക്കെ സൗകര്യത്തോടു കൂടിയിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത്. സോ നമ്മുടെ കിച്ചൺ ഓർഗനൈസേഷൻ ഞാൻ എങ്ങനെ അതിൽ ആ സ്പേസിനെ കറക്റ്റാക്കി വെക്കുന്നു എന്നെല്ലാമാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ വരൂ, എൻ്റെ ഐഡിയ ഒന്ന് കണ്ടു നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കുക. ഓക്കെ, വരൂ കാണാം. നടക്കുമ്പോൾ തട്ടി വീഴുന്ന പോലെയുള്ള സാധനങ്ങൾ അമ്മ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പം നമ്മളൊരു ഡീപ്പ് ക്ലീനിങ് പ്രോസസ്സിന് പോവുകയാണ്. ഡീപ്പ് ക്ലീനിങ് പ്രോസസ്സിൽ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. കുറച്ച് കണ്ടെയ്നേഴ്സ്, പിന്നെ സിങ്കിൻ്റെ താഴെ വെക്കുന്ന ഒരു സ്റ്റാൻഡ്, ഇതൊക്കെ ഇനി പിടിപ്പിക്കണം. ഇനി കുറച്ച് സ്പേസ് മാനേജ്മെൻറ്റ് കുറച്ച് ചെയ്യാനുണ്ട്. പിന്നെ അപ്പോൾ എല്ലാ കാര്യങ്ങളും ആമസോണിൽ നിന്ന് വന്നിരിക്കുകയാണ്. നിങ്ങളുടെ മുമ്പിൽ വീഡിയോസ് വരുന്നതായിരിക്കും. കാരണം കുറച്ച് കിച്ചൺ ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവങ്ങൾ. ഇനി എന്തൊക്കെ കുറവുണ്ട് എന്നെല്ലാം നോക്കിയിട്ട് ഞാൻ കൃത്യമായി നിങ്ങളോട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമ്മളൊന്ന് എടുത്ത് വെച്ച് അറേഞ്ച് ചെയ്ത് പാക്കറ്റ് നല്ല നല്ല പെർഫെക്റ്റ് ജാർസ് പോലെയുള്ള പ്ലാസ്റ്റിക് ജാർസ് വാങ്ങിയിട്ടുണ്ട്. ഇങ്ങനത്തെ സ്റ്റാൻഡുകളും വാങ്ങിയിട്ടുണ്ട്. നോക്കട്ടെ, ഇനി എല്ലാം വെച്ച് എല്ലാം അടുക്കി പെറുക്കി ഒരു ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് കാണിച്ചു തരാം എങ്ങനെയാണ് കിച്ചൺ ഓർഗനൈസ് ചെയ്യുന്നത് എന്നുള്ളത്. ഡീപ്പ് ക്ലീനിങ് പ്രോസസ്സിൻ്റെ ഫസ്റ്റ് തിങ് ഡീക്ലട്ടറിങ് എന്ന് പറയുന്ന സാധനമാണ്. ഉള്ളിലുള്ള ക്യാബിനറ്റ്സിലുള്ള കംപ്ലീറ്റ് സാധനങ്ങളും എടുത്തു. ഉള്ളിൽ വെച്ചിരിക്കുന്നത്, അതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നത്, ഡബ്ബകളിൽ വെച്ചിരിക്കുന്നത്, നമ്മൾ പല പ്രാവശ്യവും നമ്മൾ മിസ്സായി പോകുന്ന പല കാര്യങ്ങളും നമുക്ക് ആവുന്നത് മുഴുവൻ ഇങ്ങനെ കാരണം കൊണ്ടാണ്. അപ്പോൾ ആദ്യത്തെ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ ഓരോ ക്യാബിനറ്റ്സിൻ്റെ ഉള്ളിൽ നിന്നും എല്ലാ സാധനങ്ങളും എടുത്ത് ക്യാബിനറ്റ്സ് നീറ്റായിട്ട് തുടച്ചു വെക്കുക. കഴിഞ്ഞാൽ ഞാൻ ആദ്യം വൃത്തിയാക്കിയത് പാത്രങ്ങളുടെ സെക്ഷനാണ്. പാത്രങ്ങളുടെ സെക്ഷനിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഇത് ഷെൽഫ് ഡിവൈഡേഴ്സ് എന്ന് പറയുന്ന കാര്യമാണ്. എന്താണ് ഈ ഷെൽഫ് ഡിവൈഡേഴ്സ്? ആമസോണിൽ കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഇതിനെ ഈ റാക്കിനെ, നമുക്കുള്ള ഷെൽഫിനെ അത് നമുക്ക് റാക്കായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. മുകളിലും താഴെയും നമുക്ക് പാത്രം വെക്കാൻ പറ്റും. അപ്പോൾ ഇഡ്ഡലി പാത്രം, കുക്കർ, പുട്ടിനും മുട്ടയ്ക്ക് മാത്രം യൂസ് ചെയ്യുന്ന കുക്കർ, സാധാരണ 2 കുക്കർ, കംപ്ലീറ്റ് ബൗൾ സെറ്റുകൾ എല്ലാം തന്നെ നമ്മൾ ഡിവൈഡർ യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്പേസിനെ നമ്മൾ യൂസ് ചെയ്യും. ആവട്ടെ, ഇരിക്കട്ടെ. നിങ്ങൾ കണ്ട പോലെ ഇതുപോലെയുള്ള ഡിവൈഡേഴ്സ് നിങ്ങൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്യാബിനറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് പലതും മുകളിലേക്കും താഴേക്കുമായിട്ട് വെക്കാൻ പറ്റും. ഇനി അടുത്തത് വരുന്നത് നമ്മുടെ ഏറ്റവും പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കാര്യം എന്താ? നമ്മുടെ ഓരോ പാത്രത്തിൻ്റെയും അടപ്പുകൾ സൂക്ഷിക്കണ കാര്യമാണ്. അടപ്പുകൾ എന്ന് നോക്കുകയാണെങ്കിൽ ചിന്ന ഭിന്നമായിട്ടാണ് എൻ്റെ ഭാഗത്ത് കിടക്കുന്നുണ്ടായിരുന്നത്. എനിക്ക് ഇതിൻ്റെ അടപ്പ് എവിടെയാണെന്ന് അറിയണ്ടായിരുന്നില്ല, അതിൻ്റെ അടപ്പ് എവിടെയാണെന്ന് അറിയണ്ടായിരുന്നില്ല. ഇതാണ് ലിഡ് ഹോൾഡർ എന്ന് പറയുന്ന കാര്യം. ലിഡ് ഹോൾഡേഴ്സ് വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഫിക്സ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ലിഡ് ഹോൾഡേഴ്സ് ഉണ്ടാവുക. അതുകൊണ്ട് നമുക്ക് ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്നറിയോ? കംപ്ലീറ്റ് അടപ്പും ഒരൊറ്റ ട്രിപ്പിൽ കടകടകടകടകടയെന്നും പറഞ്ഞ് പ്ലേറ്റ് അടുക്കി വെച്ചിരിക്കുന്ന പോലെ നമുക്ക് എല്ലാം അടുക്കി വെക്കാൻ പറ്റും. ഏതൊക്കെ പാത്രങ്ങൾ വേണോ ആ പാത്രങ്ങളുടെ കംപ്ലീറ്റ് അടപ്പും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴൊക്കെ എടുക്കണോ ആ സമയത്ത് വേണ്ട അടപ്പ് മാത്രം നമുക്ക് വെക്കുക. ആ സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ കറക്റ്റ് ആക്കിയിട്ട് വെക്കുക. ഇതാണ് ഏറ്റവും ഉപയോഗമായിട്ടുള്ള ഒരു കാര്യം എന്ന് ഞാൻ പറയും. ലിഡ് ഹോൾഡേഴ്സ് എന്നും നിങ്ങളുടെ കയ്യിൽ വേണം എന്ന് മാത്രമാണ് എൻ്റെ അഭിപ്രായം കേട്ടുള്ളൂ. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് സ്പൂൺ ഓർഗനൈസേഴ്സ്, ലാഡിൽ ഓർഗനൈസേഴ്സ് എന്ന് പറയുന്ന കാര്യമാണ്. അപ്പോൾ ഇതുപോലെ ആമസോണിൽ കിട്ടുന്നുണ്ട്. നിങ്ങളുടെ സൈസിനനുസരിച്ച് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ വാങ്ങിക്കുക. എല്ലാം കൂടി കൂട്ടി കുഴച്ച് വെക്കുന്നതിനെക്കാട്ടിലും നല്ലത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഡിവൈഡേഴ്സ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ അതാത് സാധനങ്ങൾ അതാത് രീതിയിൽ വന്ന് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ എളുപ്പമുണ്ടാവും. അപ്പം ഞാൻ എല്ലാം കൂടി ഒരു ഇതിൽ കൊട്ടിയിട്ട് അവിടുന്ന് ഞാൻ ചെറിയ കയ്യിൽ ഫോർക്ക്, പിന്നെ സ്പൂണ്, അങ്ങനെ ഓരോന്നായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തിട്ട് വെക്കാൻ തുടങ്ങി. ചെറിയ സ്പൂണ്, സൂപ്പ് കുടിക്കുന്ന സമയത്തുള്ള സ്പൂണ്, അങ്ങനെ. അപ്പോൾ ഇതാണ് അങ്ങനത്തുള്ള സ്പൂൺ ഡിവൈഡേഴ്സ്. ഇങ്ങനെ ആമസോണിൽ പടിപടിയായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. ഇതാണ് ജാർ ഓർഗനൈസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ അവിടെ വെച്ചിരിക്കുന്നത്.
ഇനി അതിൻ്റെ മുകളിലേക്ക് ഏറ്റവും വലുത് വെക്കുക. അത് കഴിഞ്ഞതിന് ശേഷം മുകളിലേക്ക് അതിൻ്റെ ചെറുത് വെക്കുക. പിന്നെ അതിൻ്റെ താഴെ ഇനിയും ചെറുത് വെക്കുക. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ലേബിളിംഗ് ആണ്. ലേബിളിങ്ങിന് ഇങ്ങനെ സ്റ്റിക്കേഴ്സ് കിട്ടും. ആമസോണിൽ ബോട്ടിൽ സ്റ്റിക്കേഴ്സ്, സ്പൈസ് സ്റ്റിക്കേഴ്സ് എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും. ഈ സ്പൈസ് സ്റ്റിക്കേഴ്സിനെ ആദ്യം നമുക്കിതിലേക്ക് വെക്കണതിന് മുമ്പ് നമ്മുടെ കണ്ണ് എവിടെയാണ് പോണത് എന്ന്, അതായത് ഈ ബോട്ടിൽ മറയാൻ പാടില്ല. അപ്പോൾ കണ്ണ് എവിടേക്ക് പോകണം എന്നുള്ളത് കറക്റ്റായിട്ട് നോക്കണം. അപ്പോൾ ബോട്ടിൽസ് ഒക്കെ വെച്ചു. ഇനി നമ്മൾ ഇതിന്ന് ഒരു സ്റ്റിക്കർ എടുക്കാം. ഓക്കെ, ഈ ഒരു സ്റ്റിക്കർ എടുത്തിട്ട് ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് നമുക്ക് ഇവിടെ ഒട്ടിക്കാം. അപ്പോൾ നമുക്ക് ദൂരത്തുനിന്ന് കാണുകയും ചെയ്യും. മനസ്സിലായോ? ഇപ്പോൾ വീണ്ടും ഒരു സ്റ്റിക്കർ എടുക്കുന്നു, നമ്മൾ ഇവിടേക്ക് ഒട്ടിക്കുന്നു. ഇനി അവർ തന്നെ ചോക്ക് തന്നിട്ടുണ്ട്. ഒരു ചോക്ക് പെൻസിൽ വരും, ഒരു മാർക്കർ വരും. അതിൽ നമുക്ക് എഴുതാം. ഇതിപ്പോൾ ചെറുപരിപ്പാണ്. അപ്പം ഞാനിതിൽ ചെറുപരിപ്പ് എന്ന് എഴുതും. നമുക്ക് ചെറുപരിപ്പ് നമ്മുടേതായിട്ടുള്ള രീതിയിൽ എഴുതും. ചെറുപരിപ്പ്. അടുത്തത് ദാൽ. അപ്പോൾ ദൂരത്തുനിന്ന് നമുക്ക് കാണാം. കണ്ടോ? ഇനി നമുക്ക് എല്ലാത്തിലും ഒട്ടിച്ചിട്ട് ഇപ്പോൾ ഇതിങ്ങനെ ലെയർ ചെയ്ത് കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് ഇതിൽ എല്ലാത്തിലും നമ്മുടെ സൈറ്റിനനുസരിച്ചിട്ട് ഒട്ടിക്കുക, അങ്ങോട്ട് എഴുതുക. ഗോതമ്പ് റവ, കടല, വീറ്റ് റവ, കണ്ടോ? ഇനി ദൂരത്തുനിന്ന് നോക്കൂ. കടല. ചെറുതും കൂടെ വെച്ചപ്പോൾ നീറ്റായിട്ടുണ്ടല്ലേ. അപ്പോൾ ജാർ ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ അവിടേക്കായിട്ട് നമ്മൾ എഴുതണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തട്ട് പോലെ ഓരോന്നും നമുക്ക് കാണാൻ പറ്റും. നേരം 11 മണിയായി. ഞാൻ 2 ദിവസമായിട്ടാണ് ഈ കംപ്ലീറ്റ് സാധനങ്ങൾ ചെയ്ത് തീർത്തത്. 11 മണിയായിട്ടും എൻ്റെ എവട്ടിയും തീർന്നിട്ടുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ഒരു ആവശ്യം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ടൈം എടുത്തിട്ട് വേണം നിങ്ങൾ ഇതെല്ലാം ചെയ്യാനായിട്ട്. പക്ഷേ വൺസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു തൃപ്തിയുണ്ട്. അതായത് ഓരോന്നും എടുത്തു വെച്ച് അതിൻ്റെ മുകളിൽ എന്തൊക്കെയാണെന്ന് എഴുതി വെച്ച് എല്ലാം അപ്പോൾ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ഉള്ളിൽ ഇതാണ്, ഓക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇതാണ്. അപ്പോൾ ആ ഒരു ലേബിളിംഗ് ഉണ്ടല്ലോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോളൂ. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ എൻ്റെ ഓരോ ക്യാബിനറ്റും ഞാൻ റെഡിയാക്കിയത്. ഇനി എഴുതാൻ കുറച്ച് ബാക്കിയുണ്ട്. ആ എഴുതണതും കൂടിയിട്ടായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കറക്റ്റായിട്ട് ആയിണ്ടാവും. ഞാൻ പഴയ ജാറുകളൊന്നും കളഞ്ഞില്ല, ഒക്കെ നീറ്റായിട്ട് ചുടുവെള്ളത്തിൽ കഴുകി തുടച്ച് വൃത്തിയാക്കിയിട്ട് കുറച്ച് വേണ്ട സാധനങ്ങൾ എക്സ്ട്രാ ആയിട്ട് ഇടണം എന്നുള്ള സാധനങ്ങളൊക്കെ ക്യാബിനറ്റ്സിൽ ഇതേ തന്നെ സ്റ്റാൻഡിൽ തന്നെ ഓർഗനൈസ് ചെയ്തിട്ട് ഞാൻ അതിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. തട്ടായതുകൊണ്ട് നമുക്ക് ഒരുപാട് സ്റ്റോറേജ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇതുപോലെയാണ് ഞാൻ എൻ്റെ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ അവസ്ഥ കംപ്ലീറ്റ് ആയിട്ട് സൂപ്പറായിട്ട് ഞാൻ ക്ലീൻ ചെയ്തത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ചെയ്യാൻ നോക്കും. അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഞാൻ അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ തരാം. ഇതായിരുന്നു എൻ്റെ രീതിയിലുള്ള ഡീപ്പ് ക്ലീനിങ്. ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എനിക്കിങ്ങനെയാണ് ഹാൻഡി ആയിട്ട് എപ്പോഴും വരാറുള്ളത്. ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ. We
Mommy's kitchen.